അപ്പൊ ഇവര് ടാക്സ് ഒന്നുമില്ല, എങ്ങനെയാണ് സർവൈവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ എല്ലാവർക്കും വിസ കൊടുക്കാറില്ല. എല്ലാവർക്കും 2 വർഷത്തെ റെസിഡൻഷ്യൽ വിസയാണ് കൊടുക്കുന്നത്. വിദേശികള് 2 വർഷത്തെ റെസിഡൻഷ്യൽ വിസയിൽ ഇവിടെ പണിയെടുക്കുമ്പോൾ അത് അവരുടെ 2 വർഷത്തെ വിസയുടെ ചാർജ് വരുന്നത് 7,500 ദിറംസാണ്. 2 വർഷം ആ വിസയുടെ ചാർജ്. അപ്പൊ 80% ആൾക്കാര് വിസ റിന്യൂവൽ ചെയ്യുമ്പോൾ അത് ഗവൺമെന്റിനുള്ള ഒരു വരുമാനം. ടൂറിസം ടാക്സ് അതൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇതാണ്. അല്ല, ഹോട്ടലിൽ ഒരാൾ താമസിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോട്ടലുകളുടെ പൈസ അനുസരിച്ച് ഒരു നൈറ്റിന് 10 ദിറംസ് തൊട്ട് 50 ദിറംസിന് 100 ദിറംസ് വരെ വരുന്ന റേറ്റിങ്ങിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൂറിസം ടാക്സ് എല്ലാം വരുന്നത് ഗവൺമെന്റിനാണ് പോകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് റഡാർ ക്യാമറാസ്, സ്പീഡ് ക്യാമറാസ്. ഈ ലെഫ്റ്റിൽ കണ്ടോ പൈപ്പ് ഉണ്ടോ, ഇതൊക്കെ സ്പീഡ് ക്യാമറാസ് ആണ്, റഡാർ ക്യാമറാസ് ആണ്. അപ്പൊ ഇതിന് നല്ലൊരു വരുമാനം ഗവൺമെന്റിന് വരുന്നത്. ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റിൽ നിന്ന് നമ്മൾ നിർത്തേണ്ട കാര്യമല്ല. എല്ലാം ഒരു ഇലക്ട്രോണിക് ചിപ്പ്, എല്ലാ വണ്ടികളിലും ഒരു ഇലക്ട്രോണിക് ചിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാം. നമ്മള് ഫാസ്റ്റാഗ് പോകും. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അറേബ്യൻ റേഞ്ചസ് എന്ന് പറയുന്ന ഏരിയയാണ്. അതാണ് അറേബ്യൻ റേഞ്ചസ് ലെഫ്റ്റിൽ കാണുന്ന ഏരിയ. ഇവിടെ ഏകദേശം ഒരു 5000-ന് മുകളിൽ റെസിഡൻഷ്യൽ വില്ലകളുണ്ട്. നമ്മളെ നടൻ മോഹൻലാലിനൊക്കെ വില്ലയുള്ളത് ഇവിടെയാണ്, അറേബ്യൻ റേഞ്ചസ്. ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ വില്ലയിൽ താമസിക്കുന്നു. ഒരുപാട് ഇന്ത്യക്കാര് വില്ലകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഏരിയ, അറേബ്യൻ റേഞ്ചസിൽ. റേഞ്ചസ് ഇതിന്റെ ഇവിടെ തന്നെ ഗോൾഫ് ക്ലബും ഉണ്ട്. ഫ്യൂവൽ സ്റ്റേഷനുകളാണ് ലെഫ്റ്റിൽ കാണുന്നത്. എല്ലാ ഫ്യൂവൽ സ്റ്റേഷനിലും ഒരു പെട്രോൾ നിറയ്ക്കുന്നതിനുള്ള സൗകര്യം കാണും, ഒരു സൂപ്പർ മാർക്കറ്റ് കാണും, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ വണ്ടികളുടെ കാർ വാഷിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ ഉള്ള ഇതായിരിക്കും കൂടുതലും ഉള്ള ഈ പെട്രോൾ സ്റ്റേഷനിൽ, ഫ്യൂവൽ സ്റ്റേഷനിൽ. ഗഫ് ട്രീ എന്ന് പറയുന്ന മരം, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പുളിയില പോലെ കാണുന്ന മരമാണ് ഗഫ് ട്രീ. ഇത് ഇവിടുത്തെ നാഷണൽ ട്രീ ആണ്.